മാസപ്പടി കേസിലെ SFIO അന്തിമ റിപ്പോർട്ട് സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഏറെ നിർണായകമാണ്. ഡൽഹി ഹൈക്കോടതി ഇന്ന് അന്തിമ വാദം കേൾക്കുകയാണ്. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അറസ്റ്റുകൾക്ക് വരെ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഷ്മ ബാബു വിവരങ്ങളുമായി ചേരുന്നു. രേഷ്മ, വാർത്തയുടെ വിശദാംശങ്ങൾ ആദ്യം. മാസപ്പടി കേസിൽ അതായത് CMR നൽകിയ ഒരു ഹർജിയാണ് നിലവിൽ ഡൽഹി ഹൈക്കോടതിയുടെ മുൻപിലുള്ളത്. ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടന്നതാണ്. SFIയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CMRൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി അന്തിമവാദം കേൾക്കുകയാണ്. അതിനിടയിൽ തന്നെ കഴിഞ്ഞ ദിവസം SFIO അതായത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഒരു സത്യവാങ്മൂലം ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ അന്തിമ റിപ്പോർട്ട് ഈ കേസിൽ സമർപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഈ അന്തിമ റിപ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കും തുടർ അറസ്റ്റുകളും മറ്റ് നീക്കങ്ങളും. എന്തായാലും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ ഈ നിലവിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് SFIO അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് തിരിമറിയും അതോടൊപ്പം തന്നെ ഫണ്ടിന്റെ ആ ക്രമക്കേടും തന്നെയാണ്. ഈ കോർപ്പറേറ്റ് ക്രമക്കേടും ഫണ്ട് തിരിമറിയും കണ്ടെത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് ബന്ധപ്പെട്ട ഏജൻസിക്ക് കടക്കാനുമാകും. നിലവിൽ സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടികൾ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പരാതിക്കാരനായ ശ്രീ ഷോൺ ജോർജ് നമ്മളോട് ഇപ്പോഴും പറയുന്നത്. അതെ അനു, അതായത് നിലവിൽ ഈ പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാനായിട്ട് സർക്കാരിന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു നിലപാട് SFIO വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇനി SFIO നൽകുന്ന അന്തിമ റിപ്പോർട്ട്, ആ അന്തിമ റിപ്പോർട്ടിൽ വീണ വിജയന്റെ ഉൾപ്പെടെ പേരുകൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അറസ്റ്റ് അടക്കമുള്ള സാധ്യതകളിലേക്കും കടക്കുകയും ചെയ്യും. നിലവിൽ ഈ അന്വേഷണത്തിൽ ഏകദേശം 20 പേരെ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ 20 പേരെയാണ് SFIO ചോദ്യം ചെയ്തിട്ടുള്ളത്, അതിന്റെ വിവരങ്ങൾ തേടിയിട്ടുള്ളത്. എന്തായാലും ഇതും ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും SFIO കോടതിയിൽ സമർപ്പിക്കുക. അതിൽ ആശ്രയിച്ചിരിക്കും തുടർ നീക്കങ്ങളും ഒക്കെ തന്നെ. എന്തായാലും ഈ ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണം നടന്നൊരു സാഹചര്യത്തിൽ SFIOയുടെ അന്വേഷണം വേണ്ട എന്നുള്ളൊരു നിലപാടിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ് ഹർജിക്കാരൻ. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഈ ക്രമക്കേട് ഏത് വിധത്തിൽ നടന്നു എന്നുള്ളതാണ്. അതടക്കമുള്ള കാരണം ഈ CMRൽ ഏതൊക്കെ കമ്പനികൾക്ക്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി അല്ലാതെ മറ്റ് കമ്പനികൾക്ക് വഴിവിട്ട സഹായം ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളും SFIയുടെ അന്വേഷണ പരിധിയിൽ വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ നൽകാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സ്ലോജിക് കമ്പനിക്കും വീണ വിജയനും കൂടി 1.72 കോടി രൂപയാണ് CMRൽ, കരിമണൽ കമ്പനിയായിട്ടുള്ള CMRൽ നൽകിയത്. ഇതിന്മേലാണ് നിലവിൽ SFIയുടെ അന്വേഷണം തുടരുന്നത്. എന്തായാലും അന്തിമവാദം കേൾക്കുന്നത്, അതായത് CMRലിന്റെ ഹർജിയിൽ അന്തിമവാദം ഇന്നാണ് ഡൽഹി ഹൈക്കോടതി കേൾക്കാനിരിക്കുന്നത്. ഒപ്പം തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേസിന്റെ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാമെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം കഴിഞ്ഞ ദിവസം തന്നെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അനു, ശരി രേഷ്മ.